ഇന്നലെ രാത്രിയിൽ ഇന്ത്യൻ അതിർത്തിയിൽ ഉടനീളം പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുള്ള തിരിച്ചടി നമ്മൾ കണ്ടതാണ്. പിന്നീട് മണിക്കൂറുകളുടെ ശാന്തതയായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ വീണ്ടും പാകിസ്ഥാൻ അതിരുവിട്ട നീക്കത്തിലേക്ക് കടന്നു. അത് ആദ്യമായി സാധാരണക്കാരനെ വീണ്ടും പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്ന കാഴ്ച ഇന്ന് രാവിലെ കണ്ടത്. അത് പൂഞ്ച് മേഖലയിലടക്കം കനത്ത ഷെല്ലാക്രമണമാണ് ഉണ്ടായത്. ഒട്ടേറെ വീടുകൾ തകർന്നു, വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. പക്ഷേ അവിടുത്തെ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചതുകൊണ്ട് ജീവഹാനി ഉണ്ടായില്ല. പിന്നീട് നമ്മൾ കണ്ടത് ഇന്ത്യൻ നടപടിയുടെ നിർണായകമായ ദൃശ്യങ്ങളാണ്. അതായത് പാകിസ്ഥാൻ പോസ്റ്റ് തകർത്തെറിയുന്ന ദൃശ്യം. അത് ഇന്ത്യൻ ആർമി തന്നെയാണ് വ്യക്തമാക്കിയത്. പിന്നാലെ വന്ന കാര്യങ്ങൾ. ചണ്ഡീഗഡിൽ മുന്നറിയിപ്പ് സ്വാഭാവികമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം അതിനെ പ്രിപ്പയർഡായി നിൽക്കുന്നു. മുന്നറിയിപ്പ് സന്ദേശം വരുന്നു, സൈറൺ മുഴങ്ങുന്നു. ആളുകൾ കൃത്യമായി ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണ്ട സുരക്ഷിതത്വമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അതിനുശേഷമാണ് ചണ്ഡീഗഡിലെ മുന്നറിയിപ്പിന് ശേഷം പഞ്ചാബിൽ നിന്ന് നമ്മൾ പാകിസ്ഥാന്റെ മിസൈൽ കണ്ടെത്തി. അതിലേറ്റവും കൗതുകകരമായ കാര്യം, കാര്യമായി ഒരു പ്രവർത്തനവും നടത്താതെ ആ മിസൈൽ നിലത്ത് വീണു എന്നതാണ്. ചൈനീസ് നിർമ്മിത മിസൈലാണ് എന്ന് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ലോകത്തിന് മുന്നിൽ വയ്ക്കാനുള്ള മറ്റൊരു തെളിവായി അത് മാറി. ഡൽഹിയിൽ രാജ്നാഥ് സിംഗ്, അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാർ, സൈനിക തലത്തിലെ മേധാവികൾ എല്ലാവരും ചേർന്ന് നിർണായകമായ കൂടിക്കാഴ്ചകൾ നടത്തി. ഒപ്പം അതിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഏതൊക്കെ വിധത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകണമെന്നതാണ്. അതിനിടയിലാണ് IPL മത്സരങ്ങൾ മാറ്റിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഒരാഴ്ച IPL മത്സരങ്ങൾ റദ്ദാക്കുന്നു എന്നതാണ് സർക്കാർ അറിയിക്കുന്നത്. അതിനോട് അനുകൂല സമീപനം എല്ലാ IPL ടീമുകൾ സ്വീകരിക്കുകയും ചെയ്തു. നേഷൻ ഫസ്റ്റ് എന്ന നിലപാടിലേക്ക് എല്ലാവരും എത്തി. ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളെ അവശ്യഘട്ടത്തിൽ വിന്യസിക്കാനുള്ള ഒരു അനുമതി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സൈന്യവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതും നമ്മൾ മുന്നൊരുക്കമെന്ന നിലയിൽ ചെയ്യുന്നതാണ്. രാജ്യതലസ്ഥാനത്ത് ഏറ്റവും ഒടുവിലായി രാജ്യതലസ്ഥാനത്ത് 3 മണിക്ക് ശേഷം സൈറണുകൾ മുഴങ്ങി. മോക്ക് ഡ്രില്ലായിരുന്നു അത് അപകട സാധ്യത വന്നാൽ അതിനുള്ള ഒരുക്കം എന്ന നിലയിൽ മോക്ക് ഡ്രിൽ നടത്തുകയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പകലിൽ നടന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ സ്വാഭാവികമായിട്ടും നിർണായകമാണ്. കാത്തിരിക്കാം.